ഞാൻ നടരാജൻ, നടരാജ് ഷോ നീതുതേ. വയനാട്ടിൽ ഉണ്ടായ ആ ദുരന്തത്തിന്റെ പേരിൽ അവിടുത്തെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ വേദനയിൽ ഈ നടരാജ് ഷോയും ദുഃഖം രേഖപ്പെടുത്തുകയാണ്. നമ്മൾ ഇന്ന് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ വളരെ ഗുരുതരമാണ്. സാധാരണ ജനങ്ങൾക്കും പാവപ്പെട്ടവർക്കും ജീവിക്കുവാൻ വളരെയേറെ പ്രയാസമുള്ള ഈ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളെല്ലാവരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് അതിന്റെ കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും പല രീതിയിലാണ് പറയുവാനുള്ളത്. നമ്മൾ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട് അധികാരത്തിലേക്ക് പറഞ്ഞുവിടുന്ന ജനപ്രതിനിധികളിൽ നിന്നും ജനങ്ങൾ പല കാര്യങ്ങളും, പല നല്ല കാര്യങ്ങളും പ്രതീക്ഷിക്കുന്നു. എന്നാൽ ജനങ്ങളുടെ മനസ്സിനൊത്ത് പ്രവർത്തിക്കുവാൻ നമ്മളുടെ സർക്കാരിനോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിനോ കഴിയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കഴിയുന്നില്ല എന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം ജീവിക്കുവാനുള്ള മനുഷ്യന്റെ നെട്ടോട്ടത്തിൽ അവനൊരു രോഗിയായി തീർന്നാൽ ആശുപത്രിയിൽ പോകണം, ആശുപത്രിയിൽ ചെന്നാലോ അവിടെ പണം വേണം. പണമില്ലാത്തവന് എവിടുന്ന് ശരിയായ ചികിത്സ കിട്ടാനാണ്? പണമില്ലാത്തവൻ ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ശരിയായ രീതിയിലുള്ള ഒരു ചികിത്സ കിട്ടണമെങ്കിൽ അവനവിടെ സാമ്പത്തികം ഒരു മുഖ്യ പ്രശ്നമാണ്. എന്നാൽ സർക്കാരിന്റെ ആധിപത്യത്തിൽ നമ്മുടെ ധർമാശുപത്രി എന്ന് പറയുന്ന സർക്കാർ ആശുപത്രികൾ നിരവധി ഉണ്ട്. അവിടെ ചെന്നാലും അവിടെയും ഫീസ് വേണം. ഏത് ചെക്കപ്പ് നടത്തണമെങ്കിലും ആ ചെക്കപ്പിനൊക്കെ അവിടെ സാമ്പത്തികം വേണം. ആ സാമ്പത്തികം ഇല്ലെങ്കിൽ ആ ചെക്കപ്പ് പൂർത്തിയാകൂല, ആവശ്യമായ ചികിത്സാ സഹായം അവിടെ നിന്ന് ലഭിക്കില്ല. അപ്പോൾ ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട അധികാരത്തിലേക്ക് വിട്ടിരിക്കുന്ന ജനങ്ങൾ ഒരു ഭാഗത്ത് രോഗികളും ക്ഷീണിതരുമായി മാറുമ്പോൾ ജനങ്ങളുടെ ബലത്തിൽ അധികാരത്തിൽ പോയിരിക്കുന്നവർ അവർക്ക് എല്ലാവിധ സുഖ ചികിത്സകളും എല്ലാവിധ സുഖ സംവിധാനങ്ങളും എല്ലാവിധ സന്തോഷങ്ങളും ജനങ്ങൾ കൊടുത്തിരിക്കുകയാണ്. അത് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് പാവപ്പെട്ടവനും പണക്കാരനും തമ്മിലുള്ള വ്യത്യാസം. ഈ വ്യത്യാസത്തിന് എങ്ങനെ നമുക്ക് പരിഹാരം കാണാൻ കഴിയും? എവിടെയാണ് മനുഷ്യർക്ക് ഒരു നീതി? എവിടെയാണ് മനുഷ്യർക്ക് ഒരു സമാധാനം? എവിടെയാണ് മനുഷ്യർക്ക് ഒരു സാന്ത്വനം? എവിടെയാണ് മനുഷ്യർക്ക് ഒരു സമാധാനം കിട്ടുന്നത്? നമ്മൾ എവിടെ ചെന്നാലും അവിടെയൊക്കെ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഈ പ്രശ്നത്തിന് നമുക്ക് പരിഹാരം വേണ്ടേ? എങ്ങനെ പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. നീതിയില്ല. പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ അവിടെ നീതിയില്ല. വില്ലേജ് ഓഫീസിൽ ചെന്നാൽ അവിടെ നീതിയില്ല. പഞ്ചായത്ത് ഓഫീസിൽ ചെന്നാൽ അവിടെയും നീതിയില്ല. അവിടുന്ന് താലൂക്ക് ഓഫീസിൽ ചെന്നാലോ അവിടെയും നീതിയില്ല. പണ്ട് കാലത്ത് എനിക്ക് എന്റെ ഓർമ്മയിൽ വരുന്നുണ്ട്, ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ വേഷം ഒരു വ്യത്യസ്തമായിരുന്നു. നീളം കൂടിയ തൊപ്പിയും നിക്കറും ഒക്കെ ഇട്ട ഒരു പോലീസ് ഉണ്ടായിരുന്നു നമ്മുടെ സമൂഹത്തിൽ. ആ കാലഘട്ടത്തിൽ ഒരു കുടുംബത്തിലെ ഏതെങ്കിലും ഒരു വ്യക്തി ഒരു പരാതി ആ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ പരാതിയിന്മേൽ ആ വീട്ടിൽ ചെന്ന് ഒരു അന്വേഷണം നടത്തി ആ എതിർകക്ഷിയോടും വാദിയോടും സ്റ്റേഷനിൽ ചെല്ലുവാൻ അന്ന് പറയുമായിരുന്നു. അങ്ങനെ സ്റ്റേഷനിൽ ചെന്ന് കഴിയുമ്പോൾ അവിടുത്തെ സബ് ഇൻസ്പെക്ടർ ഇരുകൂട്ടരെയും നിർത്തിക്കൊണ്ട് കാര്യങ്ങൾ ചോദിക്കും. അങ്ങനെ ചോദിച്ചു കഴിയുമ്പോൾ അവിടെ കുറ്റക്കാരൻ ആരാണോ ആ കുറ്റക്കാരന്റെ പേരിൽ കർശനമായ ഒരു നടപടി ഉണ്ടാകും. ഒരു ഭയം ഉണ്ടായിരുന്നു. അന്ന് ജനങ്ങൾക്ക് സമാധാനം ഉണ്ടായിരുന്നു. കുറ്റം ചെയ്യുന്നവനെ ശിക്ഷിക്കുവാനായിട്ടുള്ള ഒരു പോലീസ് നമുക്കുണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ അവസ്ഥ എന്താണ്? ഇന്ന് പോലീസിന്റെ അവസ്ഥ എന്താണ്? ഇവിടെ പോലീസ് അസോസിയേഷൻ ഈ പോലീസ് അസോസിയേഷൻ സത്യത്തിൽ പോലീസിന് ആവശ്യമുണ്ടോ? ഒരു പ്രതിയും പ്രതിസ്ഥാനത്ത് ആരോപിക്കപ്പെടുന്ന ആളും വാദിയും ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇവൻ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരനാണ് എന്ന് അന്വേഷിച്ചതിന് ശേഷമാണ് സ്വാധീനങ്ങൾക്ക് വഴങ്ങി പോലീസ് നടപടി എടുക്കുന്നതും എടുക്കാതിരിക്കുന്നതും. ഇങ്ങനെ വരുമ്പോൾ എവിടെയാണ് നീതി കിട്ടുന്നത്? പോലീസ് എടുക്കുന്ന ഈ റിപ്പോർട്ട് അല്ലെങ്കിൽ ഒരു FIR, ആ പോലീസ് എടുക്കുന്ന റിപ്പോർട്ടും FIR അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് അപ്പടി വിശ്വസിച്ചുകൊണ്ട് അതിനുമേൽ പ്രതിസ്ഥാനത്ത് ആരോപിക്കപ്പെടുന്ന ആളുടെ മേൽ നടപടിയെടുക്കുകയാണ്. അവസാനം അയാൾ കുറ്റക്കാരനെന്ന് കണ്ടു കഴിഞ്ഞാൽ അയാളെ വെറുതെ വിടുന്നു.
അത്രയും കാലം അദ്ദേഹം അനുഭവിച്ച ആ പീഡനങ്ങൾ, മാനസിക പീഡനങ്ങൾ, സാമ്പത്തിക നഷ്ടങ്ങൾ, അദ്ദേഹത്തിന്റെ കുടുംബം അനുഭവിച്ച വേദനകൾ, ആ കുടുംബ തകർച്ചയ്ക്ക് ആര് സമാധാനം പറയും? പോലീസ് സമാധാനം പറയുമോ? ആരാണ് സമാധാനം പറയാനുള്ളത്? ആർക്കും സമാധാനം പറയാൻ പറ്റില്ല. എല്ലാ പീഡനങ്ങളും ആ കുടുംബവും അയാളും അനുഭവിക്കുകയാണ്. ഈ കഴിഞ്ഞ നാളിൽ പത്രത്തിൽ വന്ന വാർത്തയാണ്. ഒരു ഓട്ടോറിക്ഷ തൊഴിലാളി, ആ ഓട്ടോറിക്ഷ തൊഴിലാളി സ്ഥിരമായിട്ട് ഒരു മെഡിക്കൽ ഷോപ്പിന്റെ സൈഡിൽ ഓട്ടോറിക്ഷ ഇടുമായിരുന്നു. അവിടെ ആ മെഡിക്കൽ ഷോപ്പിൽ ഒരു മോഷണം നടന്നു. ആ മോഷണത്തിന്റെ അടിസ്ഥാനത്തിൽ സ്ഥിരമായിട്ട് ഈ ഓട്ടോറിക്ഷ ഇടുന്ന ആ ഓട്ടോറിക്ഷക്കാരനാണ് അവിടെ മോഷണം നടത്തിയെന്നുള്ള സംശയത്തിന്റെ പേരിൽ ആ ഓട്ടോറിക്ഷക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കേസെടുത്ത് കോടതിയിൽ ഹാജരാക്കി അയാളെ റിമാൻഡ് ചെയ്തു. അയാളെ വാടകയ്ക്കാണ് ആ കുടുംബം താമസിച്ചുകൊണ്ടിരുന്നത്. ആ പിഞ്ചു കുഞ്ഞുങ്ങളും അദ്ദേഹത്തിന്റെ ഭാര്യയും വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്ന ആ കുടുംബം അതോടുകൂടി തകർന്നു. അദ്ദേഹത്തിന് ജയിലിലാക്കി. നാട്ടുകാരും പരിസരവാസികളും എല്ലാവരും, ബന്ധുക്കളും എല്ലാം അയാൾ കള്ളനാണെന്നും കുറ്റക്കാരനാണെന്നും ആക്ഷേപിച്ചു, അധിക്ഷേപിച്ചു. അവസാനം കോടതി അയാൾ കുറ്റക്കാരനല്ലെന്ന് കണ്ട് വെറുതെ വിട്ടു. അവസാനം അയാളുടെ ആത്മാഭിമാനം, അന്തസ് എന്ന് പറയുന്നതിനെ ചോദ്യം ചെയ്ത് സമൂഹത്തിന്റെ മുൻപിൽ അദ്ദേഹം വീട്ടിൽ വന്നിട്ട് തൂങ്ങി മരണം നടത്തി, തൂങ്ങി മരിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കുക. അദ്ദേഹം നിരപരാധിയല്ലെന്ന് കണ്ട് ബഹുമാനപ്പെട്ട കോടതി വെറുതെ വിട്ടു. പക്ഷേ അത്രയും കാലം അദ്ദേഹം അനുഭവിച്ച, അദ്ദേഹത്തിന്റെ ഭാര്യ, ആ കുടുംബം അനുഭവിച്ച വേദന, ആ നാണക്കേട്, മാനക്കേട് സഹിക്കവയ്യാതെ അദ്ദേഹം ആത്മഹത്യ ചെയ്തു, തൂങ്ങി മരിച്ചു. എന്താണ് ഇവിടെ? ഏത് സാമൂഹ്യ സംഘടനയാണ്, ഏത് സന്നദ്ധ സംഘടനയാണ്, ആരാണ് ആ കുടുംബത്തിന് സഹായം ചെയ്തത്? അതിന് സമാധാനം ആര് പറയും? പോലീസ് സമാധാനം പറയൂ? ആര് സമാധാനം പറയും? ഇതുപോലെ നിരവധി കേസുകളുണ്ട്. ബഹുമാനപ്പെട്ട നമ്മുടെ സർക്കാരിന്റെ ശ്രദ്ധയിലേക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ സൂചിപ്പിക്കുകയാണ്. നമ്മളുടെ നാട്ടിൽ ഇപ്പോൾ ഒരു പുതിയ കൊലപാതക സംവിധാനം അരങ്ങേറുന്നു. വൈരാഗ്യമുള്ള ആളുകളെ വാഹനം ഇടിച്ച് കൊന്നിട്ട് അത് ആക്സിഡന്റ് ആക്കി മാറ്റുന്ന ഒരു സംവിധാനം. ഒരു പാപ്പച്ചൻ എന്ന് പറഞ്ഞ ഒരു ആളെ പത്രത്തിൽ വന്ന് കണ്ടുള്ള വാർത്തകളാണ്. പോലീസ് ശക്തമായ രീതിയിൽ അന്വേഷണം നടത്തി പ്രതിയെ പിടിച്ചു. അദ്ദേഹത്തിന് വൈരാഗ്യം തീർക്കുവാൻ വേണ്ടി വണ്ടി കൊണ്ട് ഇടിച്ചു കൊന്നുകളഞ്ഞു. പ്രശ്നം സാമ്പത്തിക ലക്ഷ്യമായിരുന്നു. അതുപോലെ തന്നെ ഒരു സുഭദ്ര എന്ന് പറയുന്ന ഒരു സഹോദരിയെ ഈ അടുത്ത ദിവസം നമ്മൾ പത്രത്തിലൊക്കെ വായിച്ചതാണ്. സാമ്പത്തികത്തിന് വേണ്ടി ആ സുഭദ്ര എന്ന് പറയുന്ന സഹോദരിയെ മൃഗീയമായിട്ട് കൊന്നു കുഴിച്ചും പോയി. ബഹുമാനപ്പെട്ട നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പോയി പിടിച്ചു. അതിനെ പോലീസിനെ അഭിനന്ദിക്കുന്നു. പക്ഷെ ഇങ്ങനെ നിരന്തരം, അത് മാത്രമല്ല, പശുക്കളെ വളർത്തി അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം എടുത്ത് ജീവിച്ചുകൊണ്ടിരുന്ന ഒരു പാവപ്പെട്ട കുടുംബത്തിന്റെ പശുവിനെ ഓടാലി കൊണ്ട് വെട്ടിക്കൊന്നുകളാണ്. എന്തിനു വേണ്ടി? അയൽപക്കങ്ങളാണ്. എന്തിനു വേണ്ടി? ഇതെല്ലാം സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ നിയമത്തിൽ ഭയമുള്ള ഒരു സംവിധാനമില്ല. നിയമങ്ങളെല്ലാം നമ്മൾക്ക് നല്ലതാണ് എഴുതി വെച്ചിരിക്കുന്നത്. ആർട്ടിക്കിൾ 14 നിയമത്തിന്റെ മുൻപിൽ എല്ലാവരും തുല്യരാണ് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. കേൾക്കാൻ വളരെ മനോഹരമാണ്, സുഖമുണ്ട്. പക്ഷെ നമ്മുടെ നിയമത്തിന്റെ ആ ബലക്കുറവാണോ എന്താണോ ഇങ്ങനെ ചെയ്യുന്നവർക്ക് വീണ്ടും വീണ്ടും പ്രചോദനങ്ങൾ ചെയ്യുവാനായിട്ടുള്ള വാസനകൾ, ഇത് കണ്ടു നിൽക്കുന്ന പുതിയ ആളുകൾക്കും വാസനകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആരെയും എന്തും ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. ഒരു നായ ഒരു മനുഷ്യനെ കടിച്ചു. ആ കടിയിൽ അയാൾ ആശുപത്രിയിൽ പോയി, ഗുരുതരമായി. ആ നായയെ ഇത് കണ്ടു നിന്ന ഒരാൾ വടിയെടുത്ത് അടിച്ചാൽ ആ നായയെ അടിച്ച ആളിനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യാൻ ഇവിടെ നിയമമുണ്ട്. അപ്പോൾ ഒരു നായയുടെ വില പോലും ഒരു മനുഷ്യനില്ലാത്ത അവസ്ഥയിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. മാന്യ പ്രേക്ഷകരെ, ഞാൻ നമ്മളുടെ ബഹുമാനപ്പെട്ട
നമ്മളുടെ സർക്കാരിന്റെ മുൻപിൽ ഞാൻ വീണ്ടും പറയുന്നു, നമ്മളുടെ ഭരണം അത് എങ്ങനെ ആര് ഭരിക്കുന്നു എന്നുള്ളതല്ല, എങ്ങനെ ഭരിക്കുന്നു, എന്തിനു വേണ്ടി ഭരിക്കുന്നു എന്നുള്ളതാണ്. ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ജനങ്ങൾക്ക് ലഭിച്ചില്ലെങ്കിൽ എത്ര വലിയ ഭരണാധികാരികളായാലും അവരെയൊക്കെ ജനങ്ങൾ പുച്ഛിക്കും. ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഇല്ലെന്ന് നമ്മൾ പറയുന്നില്ല. അവസാനം 5 കൊല്ലം കഴിഞ്ഞു, 10 കൊല്ലം കഴിഞ്ഞ് ജനങ്ങൾ ചോദിക്കുകയാണ്, 10 കൊല്ലം ഭരിച്ചു, 15 കൊല്ലം ഭരിച്ചു, എന്ത് കിട്ടി? ഒരു സർക്കാരിന്റെ ഭരണത്തിൽ ഒന്നും ലഭിക്കാത്ത ആളുകൾ ഉണ്ടോ എന്നൊരു അന്വേഷണം നടത്തിയാൽ ലക്ഷക്കണക്കിന് ജനങ്ങളുണ്ടാവും, കുടുംബങ്ങളുണ്ടാവും. കാരണം എന്താണ്? നമ്മുടെ സർക്കാരുകൾ ഇഷ്ടംപോലെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, വികസനങ്ങൾ കൊണ്ടുവരുന്നുണ്ട്, പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ജനങ്ങൾ പിന്നോട്ട് ചിന്തിക്കുമ്പോൾ എനിക്കെന്ത് കിട്ടി, എനിക്കെന്ത് കിട്ടി? ഒന്നും കിട്ടിയില്ല. നിരാശരാണ് ജനങ്ങൾ, ജീവിക്കുവാൻ വളരെയേറെ പ്രയാസപ്പെടുകയാണ്. അതുകൊണ്ട് ഞാൻ ബഹുമാനപ്പെട്ട നമ്മുടെ സർക്കാരിന്റെ മുൻപിലേക്ക്, ബഹുമാനപ്പെട്ട നമ്മളുടെ മുഖ്യമന്ത്രിയുടെ മുമ്പിലേക്ക് ഞാൻ ഈ എളിയ എൻ്റെ ഒരു അപേക്ഷയാണ്. 60 വയസ്സ് കഴിഞ്ഞിട്ടുള്ള എല്ലാവർക്കും ഒരു 5000 രൂപ പ്രതിമാസം പെൻഷൻ കൊടുക്കണം എന്നൊരു അപേക്ഷയാണ്. അത് അവരുടെ ജീവിതത്തിൽ ഒരു അത്താണിയാണ്, ആശ്വാസമാണ്. മറ്റുള്ള പെൻഷൻ, ഏതെല്ലാം പെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ ക്യാൻസൽ ചെയ്തോളൂ. പക്ഷേ 60 വയസ്സ് കഴിഞ്ഞിട്ടുള്ള എല്ലാവർക്കും പ്രതിമാസം ഒരു 5000 രൂപ പെൻഷൻ കൊടുത്താൽ നമ്മളുടെ സർക്കാർ ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യമായിരിക്കും, ജനങ്ങൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ സഹായമായിരിക്കും. അരാജകത്വം മാറും. അതിനോടൊപ്പം തന്നെ വേറൊരു ആവശ്യം കൂടി ഞാൻ മുന്നിലേക്ക് വയ്ക്കുകയാണ്. നിരവധി KSRTC ബസ്സുകൾ കട്ടപ്പുറത്ത് വെറുതെ ഇരിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള വാഹനങ്ങളെല്ലാം നന്നാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ വിദ്യാർത്ഥികൾക്ക് സുഖമായിട്ട് യാത്ര ചെയ്യുവാൻ സാധിക്കും. 10-15 കിലോ ഭാരമുള്ള ആ ഭാരങ്ങൾ തൂക്കിയാണ് നമ്മുടെ വിദ്യാർത്ഥികൾ ഇന്ന് സ്കൂളിലും കോളേജിലും ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒന്ന് നോക്കുക, ഈ കുട്ടികൾ കൂന് പിടിക്കുകയാണ്, ഈ ഭാരം മുതുകിൽ തൂക്കിയിട്ട് കൂന് പിടിക്കുകയാണ്, കൂനന്മാരായി തീരുകയാണ്. പ്രൈവറ്റ് ബസ്സിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് നീങ്ങി നിൽക്കടാ, ഇങ്ങോട്ട് നീങ്ങി നിൽക്കടാ എന്ന് പറഞ്ഞാൽ ഈ നായ്ക്കളെ ആട്ടുന്ന പോലെയാണ് ആട്ടുന്നത്. അവർക്ക് ഇരിക്കാനും സുഖമായിട്ട് അവരുടെ ആ ബാഗും പുസ്തകവും ഒക്കെ വെച്ചിട്ട് അവർക്ക് യാത്ര ചെയ്യാനും സാധിക്കുന്നില്ല. തിങ്ങി ഞെരുങ്ങിയാണ് അവർ പോകുന്നത്. അങ്ങനെ ക്ഷീണിതരായാണ് അവർ വീട്ടിൽ ചെല്ലുന്നതും സ്കൂളിൽ ചെല്ലുന്നതും. അതുകൊണ്ട് വെറുതെ ഇങ്ങനെ കിടന്ന് തുരുമ്പെടുത്ത് കളയുന്ന ഈ വാഹനങ്ങൾ അത് നന്നാക്കി നമ്മുടെ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് യാത്രാ സൗകര്യം ഒരുക്കി കൊടുക്കണമെന്ന് ബഹുമാനപ്പെട്ട ഗവൺമെന്റിനോട് എളിയവനായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മളുടെ നിയമത്തിന്റെ ചില കാര്യത്തിൽ നമ്മൾക്ക് നമ്മുടെ ഗവൺമെന്റ് ജനങ്ങൾക്ക് വേണ്ടി മനുഷ്യാവകാശ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷൻ, അതുപോലെ നിരവധി കമ്മീഷൻ, വനിതാ കമ്മീഷൻ, നിരവധി കമ്മീഷൻ ഉണ്ട്. ഈ കമ്മീഷന്റെയും മറ്റു പ്രവർത്തനങ്ങൾ എത്രമാത്രം സുതാര്യമാണെന്നുള്ള കാര്യം കൂടി ബഹുമാനപ്പെട്ട സർക്കാർ അറിയും. വിവരാവകാശം എന്ന് പറയുന്നത് ഒരു നിയമമാണ്. ഈ നിയമത്തിൽ നീതി ലഭിക്കാതെ വരുമ്പോൾ ഒരു അപ്പീൽ കൊടുക്കുകയാണ്. ആ അപ്പീൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ അപ്പീൽ അതോറിറ്റി കമ്മീഷൻ ചെയർമാന് എത്ര നാൾ വരെ ആ അപ്പീലിന്മേൽ ഒരു വിധി പറയുവാൻ ആ അപ്പീൽ വെച്ചുകൊണ്ടിരിക്കാം എന്നുള്ള ഒരു നിയമം നമ്മുടെ വിവരാവകാശ നിയമത്തിലുണ്ടോ? അത് അദ്ദേഹത്തിന്റെ ഇഷ്ടം അനുസരിച്ചാണോ? അങ്ങനെ ഒരു നിയമം ഇല്ലെങ്കിൽ ഇത്ര നാളിനുള്ളിൽ ആ അപ്പീലിന്മേൽ ഒരു വിധി ഉണ്ടാക്കണം, ഒരു തീരുമാനം എടുത്തിരിക്കണം എന്നുള്ള ഒരു കർശന നിയമം ബഹുമാനപ്പെട്ട ഗവൺമെന്റ് പാസ്സാക്കണം. അതുപോലെ തന്നെ ഏതൊരു കമ്മീഷനായാലും ഒരു പരാതിക്കാരൻ കൊടുക്കുന്ന പരാതിയിന്മേൽ സത്യസന്ധമായ രീതിയിൽ കാലതാമസം വരുത്താതെ, അയാളെ വിഷമിപ്പിക്കാതെ ഒരു നടപടി എടുക്കുവാൻ, അതിനാവശ്യം എത്രയും വേഗം ഒരു തീരുമാനം ഉണ്ടാക്കുവാനായിട്ടുള്ള ഒരു നിയമ സംവിധാനം നമ്മുടെ ബഹുമാനപ്പെട്ട ഗവൺമെന്റ് ഉണ്ടാക്കിയെടുക്കണം. അതുപോലെ തന്നെ എല്ലാ തലങ്ങളിലും ജനങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന നീതി നിഷേധം അവസാനിപ്പിക്കണം. ഇപ്പോൾ പഞ്ചായത്തിൽ ഒരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥന്മാർക്ക് ലളിതമായിട്ട് എടുക്കാവുന്ന ഒരു തീരുമാനം അവരെടുക്കാതെ ജാതിയും രാഷ്ട്രീയവും
നോക്കി, മുഖം നോക്കി, ആളെ നോക്കി അത് എടുക്കാതെ മൗനമായിരിക്കുകയാണ്. ഇത് തന്നെയാണ് ഹൗസിംഗ് ബോർഡിലായാലും, ഇത് തന്നെയാണ് നമ്മൾ ഏത് ഓഫീസിലേക്ക് ചെന്നാലും സർക്കാർ ശമ്പളം കൊടുത്ത് അധികാരത്തിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാര് സത്യസന്ധമായിട്ട് അവരുടെ സേവനം ജനങ്ങൾക്ക് വേണ്ടി കാഴ്ചവെച്ചില്ലെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ ബഹുമാനപ്പെട്ട കോടതി ആയാലും ബഹുമാനപ്പെട്ട സർക്കാരായാലും അവരുടെ പേരിൽ നടപടി എടുത്തു കഴിയുമ്പോൾ മാത്രമേ ജനങ്ങൾക്ക് നീതി ലഭിക്കൂ. ഇല്ലെങ്കിൽ വെള്ളത്തിൽ വരച്ച ജലരേഖ പോലെയായിരിക്കും നമ്മളുടെ നിയമവും നീതിയും സംവിധാനങ്ങളും മറ്റും. അതുകൊണ്ട് ബഹുമാനപ്പെട്ട നമ്മുടെ സർക്കാരും നമ്മളുടെ നിയമപാലകരെല്ലാം ഒരു കാര്യം പ്രധാനമായിട്ട് മനസ്സിലാക്കുക, ജനങ്ങൾക്ക് വേണ്ടി നാളെ ജനങ്ങൾക്ക് പറയണം ഞങ്ങളുടെ നേതാക്കന്മാര് നല്ലവരായിരുന്നു, അവർ അത് പ്രതിപക്ഷമായാലും ഭരണപക്ഷമായാലും. നമുക്ക് ഇവിടെ രാഷ്ട്രീയമില്ല. ഈ നടരാജ ഷോയ്ക്ക് രാഷ്ട്രീയ വേർതിരിവില്ല. എല്ലാവരും നമ്മുടെ നേതാക്കന്മാരാണ്, എല്ലാവരും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. കുറ്റങ്ങളും കുറവുകളും അത് പലരിലും ഉണ്ടാകാം. പക്ഷെ അതൊക്കെ കാണിച്ച് പെരുപ്പിച്ച് ചൂഷണം ചെയ്യുന്ന ഒരു സ്വഭാവത്തിലല്ല ഈ ഷോ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ നേതാക്കന്മാരെ എല്ലാം നല്ല ആളുകൾ തന്നെയാണ്. പക്ഷെ ഇതിലുള്ള പുഴുക്കുത്തുകളെ കണ്ടറിഞ്ഞ് അത്തരത്തിലുള്ള മാലിന്യങ്ങളെ പുറത്തു തള്ളി നമ്മളുടെ നിയമ സംവിധാനവും ഭരണ സംവിധാനവും സുതാര്യമാക്കി ജനങ്ങൾക്ക് ആവശ്യമുള്ള നീതി ലഭിക്കുവാനായിട്ടുള്ള എല്ലാവിധ സഹായങ്ങളും നമ്മുടെ ബഹുമാനപ്പെട്ട സർക്കാരും ബഹുമാനപ്പെട്ട ന്യായാധിപന്മാരും ചെയ്യണം എന്ന് എളിമയോടുകൂടി അഭ്യർത്ഥിച്ചുകൊള്ളുന്നു, അപേക്ഷിച്ചുകൊള്ളുന്നു. ഇതിനൊരു പരിഹാരം ഉണ്ടാക്കുമെന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം. ടു ബി ജസ്റ്റ് ആൻഡ് ഫിയർ നോട്ട്.